ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മുംബൈത്തെ ലോങ് വീഡിയോക്ക് ശേഷം ഞാൻ ഇപ്പോൾ ഇടുന്നത് വയനാട്ടിലത്തെ ഒരു ലോങ് വീഡിയോ. ഇത് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ മോർണിംഗ് ഒരു 8:30 ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായി. പിന്നെ വയനാട് എത്തിയിട്ട് നമ്മൾ റിസോർട്ട് എത്തുന്നതിന് മുന്നേ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് മീൽസും കിട്ടും, നോൺ മീൽസും കിട്ടും. അപ്പം നമ്മൾ ഇതേപോലത്തെ മീനിനെ കൊണ്ടുള്ള ഒരു സദ്യയാണ് ഓർഡർ ചെയ്തത്. നമ്മൾ റിസോർട്ടിലെത്തി. ഇതാണ് നമ്മളെ റിസോർട്ട്. ഒരു ഹാളും 3 റൂമാണ് നമുക്ക് ഉണ്ടായത്. ആ റിസോർട്ടിന്റെ പേരെന്തോ മേസ് മാൻഷൻ എന്നാണ്. പിന്നെ ആ റിസോർട്ടിന് ചുറ്റായിട്ട് ഫുൾ ഇങ്ങനെ പാർക്ക്, നമുക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ആക്ടിവിറ്റീസ് ആണെങ്കിലും ആടെ ഉണ്ടാവും. ഷട്ടിൽ കളിക്കാനാണെങ്കിലോ സൈക്ലിങ്ങിനോ ഫുട്ബോളോ നമുക്ക് ഇഷ്ടമുള്ള പോലെ. നമ്മളിങ്ങനെ റിസോർട്ടിൽ ചുറ്റി കണ്ടിട്ട് പിന്നെ നമ്മൾ സ്വിമ്മിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയത്. റിച്ച് കഴിഞ്ഞ പാടില്ല ടൈമിലായിരുന്നു നമ്മൾ സ്വിമ്മിങ്ങിന് ഇറങ്ങിയത്. ഒരു ഈവനിങ് ആവുന്നതിന് ഒരു ടൈം. പിന്നെ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മളെ ഹാളിലേക്ക് വന്ന്. പിന്നെ നമ്മൾ ചായയെല്ലാം കുടിച്ച് കുറച്ച് റെസ്റ്റെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ പാർക്കിലേക്ക് ഇറങ്ങി. പാർക്കിൽ നിന്ന് നമ്മൾ ഫുള്ളും ഊനാലാടലും അങ്ങനെ നമ്മൾ വൈബാക്കിലേനു. ഈ ഒരു റിസോർട്ടിൽ നൈറ്റ് ഈ ഒരു ആംബിയൻസ് ആണ് ഉണ്ടാവുക. അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതേപോലെ കുട്ടികൾക്ക് ഇതേപോലെ എന്തെങ്കിലും. പിന്നെ റിസോർട്ടിന് മുകളിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ലാസ്റ്റ് ഔട്ട് ഉണ്ട്. അതിൽ കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇരുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം മുകളിലുള്ള ആക്ടിവിറ്റീസിൽ കഴിഞ്ഞിട്ട് കിടക്കുന്നില്ല. ആ റൂമിൻ്റെ വീഡിയോയിൽ എടുത്തിന്, ബട്ട് ഇതിൽ എഡിറ്റ് ചെയ്യുന്ന ടൈമൊന്നും കാണുന്നില്ല. ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ്. നമ്മൾ മോർണിംഗ് വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ തന്നെ എണീച്ചിനു. നമ്മൾ മോർണിംഗിൽ റിസോർട്ടിൻ്റെ താഴോട്ടെല്ലാം ഇറങ്ങി. അവിടെ എന്തെല്ലോ കാണാനുണ്ടായിരുന്നു. ഇതെല്ലാം റിസോർട്ടിൻ്റെ ചുറ്റുപാടാണ്. പിന്നെ നമ്മൾ ഫുള്ള് ചുറ്റിക്കറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ചായയിലും കിട്ടീന്. ചായ എടുക്കാൻ വേണ്ടിയിട്ടിരുന്ന്. പിന്നെ ഇതാണെന്നോ ഞാൻ പറഞ്ഞ റിസോർട്ടിൻ്റെ മുകളിൽ ഇതേപോലെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അതാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ ആ ആക്ടിവിറ്റീസിൽ കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട് പോയി. അവിടെ കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. അവിടെ ഫസ്റ്റ് തന്നെ ബ്രെഡും ബട്ടറും ജാമും ഉണ്ടായത്. പിന്നെ പൂരി, ബജി, പിന്നെ പുട്ടും കടല, അങ്ങനെ എന്തെല്ലോ ഒരുപാട് ഡിഷസ് അവിടുന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഇത് റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറിയപാടില്ലതാണ്. ഈ ഒരു റിസോർട്ടിൽ കുറേ ഹാളുണ്ട്. അതിൽ കയറിയപാടില്ലതാണ് ഈ റിസോർട്ടിനോടെല്ലാം ബായ് പറഞ്ഞതിന് ശേഷം നമ്മൾ വന്നത് പീസ് വില്ലേജിലാണ്. അവിടെ ഒരുപാട്, അതായത് ഒരു ഓൾഡ് ഏജ് ഹോമാണ് അതെന്ന് വെച്ചാൽ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ പോയപ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് അവർ കഥ പറയുമ്പോൾ അവരെ കഥ ഒരിക്കലും തീരാത്ത കഥയാണ്. പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് നമ്മൾ നേരെ ഒരു ഫുഡിൽ കഴിക്കാൻ വേണ്ടിയിട്ട് മസാല ദോശയിൽ തിന്നാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ വയനാട്ടിലെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു, കോമാച്ചി പാർക്ക് എന്ന് പറഞ്ഞിട്ടില്ലേ. അവിടെ എന്തെല്ലോ ഫുൾ ആക്ടിവിറ്റീസ് അതിന് ഉണ്ടായത്. ഇതെന്തെല്ലോ ക്യാമറേനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പാർക്ക് ഫുള്ള് ചുറ്റി കണ്ടു. പിന്നെ അവിടെ VR ഉണ്ടായിരുന്നു ആ ഒരു പാർക്കിൽ. ആ പാർക്ക് പോയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഇതേപോലെ ക്യാമറ, ഓരോരോ കാലഘട്ടത്തിലുണ്ടായ ഓരോരോ സ്റ്റൈലിൽ അയച്ചുള്ള ക്യാമറകളാണ് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത്. പിന്നെ നമ്മൾ പാർക്കിലും പകുതി മുക്കാലും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫാൻസി ഡ്രസ്സ് ഇങ്ങനെ ഇടാൻ പറ്റും. അപ്പം സാറൊക്കെ ഈ ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടത്. സാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോരോ കോസ്റ്റ്യൂമെല്ലാം എടുത്തിടാൻ. അതേപോലെ സാർക്ക് ഈ ഒരു ഇത് മാഷാ നല്ല മാച്ചും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓക്കെ ഈ ഒരു ഇത് ഇട്ടെടുത്തിനു. പിന്നെ അവിടെ ഇതേപോലത്തെ ചെറിയ ചെറിയ ആനിമൽസ് ആയാലും ബാറ്റ്സ് ആയാലും അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇതേപോലത്തെ നല്ല ഇതെല്ലാം കാണുമ്പം ആരായാലും പിക്കും വീഡിയോസും എല്ലാം എടുത്തോ. അതേപോലെ ഞാനും എടുത്തിന് കുറേ വീഡിയോസ്. നമ്മൾ 2 days ട്രിപ്പ് വന്നത്. ആക്ടിവിറ്റീസ് മാത്രമല്ല, ഇതേപോലെ എന്തെല്ലോ ഒരു ഓൾഡ് സ്റ്റൈലായിട്ടുള്ള പാർക്കാണ്. അടിപൊളിനു. മുമ്പ് പറഞ്ഞല്ലോ ഇതേപോലെ ആനിമൽസ് എല്ലാം ഉണ്ട്. അതേപോലെ പുറത്ത് കുതിര സവാരി ഉണ്ട്. അതേപോലെ കുതിരേൻ്റെ മുകളിൽ പിക്സൽ എടുക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ഈ പാർക്കിൽ വന്നിട്ട് നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് നല്ലോണം ലേറ്റ് ആയിരുന്നു. ഒരു 10 മണിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തി. ഇതാണ് വയനാട് വ്ളോഗ്.